ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്മസിന് വേണ്ടി ഏറ്റവും അടുത്തൊരുങ്ങുന്ന നിമിഷങ്ങളാണല്ലോ ഈ നിമിഷങ്ങൾ. അതിന് തയ്യാറാകുമ്പോൾ നമ്മളെ സഹായിക്കാനായിട്ട് ഏറ്റവും അടുത്തൊരുങ്ങാൻ സഹായിക്കുന്ന ചില ചിന്തകളാണല്ലോ ഇന്നത്തെ സുവിശേഷം നമുക്ക് പകർന്നു തരിക. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. ഈശോയുടെ ജനനത്തെക്കുറിച്ചാണല്ലോ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പ്രത്യേകിച്ച് യൗസേപ്പിതാവിനെ കുറിച്ചുള്ള ചില നല്ല ചിന്തകൾ മത്തായി സുവിശേഷം നമുക്ക് തരുന്നുണ്ട്. നമുക്കറിയാം, യൗസേപ്പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പം ഒന്നാമത്തെ ഒരു ചിന്ത തരുന്നത് ഉറങ്ങുന്ന യൗസേപ്പിതാവ്, ഉണർന്നിരിക്കുന്ന നമ്മൾ. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലിട്ട് ധ്യാനിക്കുമ്പം യൗസേപ്പിതാവ് കുറിച്ച് നമ്മൾ പഠിക്കുമ്പം എന്തുകൊണ്ടാണ് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സഹനങ്ങൾ യൗസേപ്പിതാവ് കടന്നു പോയപ്പം യൗസേപ്പിതാവ് ഉറങ്ങിയത് എന്ന് നമ്മൾ നോക്കുമ്പം ഒന്നാമത്തെ കാര്യം, യൗസേപ്പിതാവ് ദൈവാശ്രയ ബോധമുള്ളവനായിരുന്നു. രണ്ടാമത്തെ കാര്യം, ആത്മവിശ്വാസമുള്ളൊരു വ്യക്തിയായിരുന്നു. ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ സുവിശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഇന്നത്തെ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ യൗസേപ്പിതാവ് അനുഭവിച്ച ടെൻഷൻ, വിവാഹം നിശ്ചയിച്ച മഹർമേരി ഗർഭവതിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് അവൻ തീരുമാനിച്ചു. പക്ഷേ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ദൈവഹിതം എന്താണെന്ന് അവൻ അന്വേഷിച്ചു. ഉടനെ തന്നെ ദൈവഹിതം അവന് വെളിവാക്കി കിട്ടി. ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട്, ജോസഫ്, നീ പേടിക്കേണ്ട, പരിശുദ്ധാത്മാവിനാലാണ് ഇവൾ ഗർഭവതിയായിട്ട് മാറിയത്, അതുകൊണ്ട് നീ ഇവളെ ഉപേക്ഷിക്കേണ്ട എന്ന് ദൂതൻ വഴി യൗസേപ്പിതാവിനെ അറിയിക്കുകയാണ്. ദൈവാശ്രയ ബോധമുള്ള യൗസേപ്പിതാവ്, അതുപോലെ തന്നെ ആത്മവിശ്വാസമുള്ള യൗസേപ്പിതാവ്. തമ്പുരാൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും വരില്ല എന്ന് അടിയുറച്ച് വിശ്വസിച്ച യൗസേപ്പിതാവിൻ്റെ നല്ല മാതൃക ക്രിസ്മസിനായി ഏറ്റവും അടുത്തൊരുങ്ങുന്ന അവസരത്തിൽ നമ്മുടെ മനസ്സ് സൂക്ഷിക്കാം, അനുകരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. രണ്ടാമത്തെ ഒരു ചിന്ത നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ചിന്ത തന്നെയാണ്. യൗസേപ്പിതാവ് നീതിമാനായിരുന്നു. പക്ഷേ യൗസേപ്പിതാവ് നീതിമാനാന്ന് പറയുമ്പം യൗസേപ്പിതാവ് 2 ഗുണങ്ങളുണ്ടായിരുന്നു. ജസ്റ്റിസ് ഈക്വൽ ടു സൈലൻസ്, ജസ്റ്റിസ് ഈക്വൽ ടു റെസ്പെക്റ്റ്. ഈ 2 ഗുണങ്ങളും നമ്മൾ മനസ്സിലേക്കൊന്ന് കൂട്ടിക്കൊണ്ട് വരുമ്പം നമുക്കറിയാം, യൗസേപ്പിതാവ് ജസ്റ്റിസ് ഈക്വൽ ടു സൈലൻസ് എന്ന് ചിന്തിക്കുമ്പോൾ ബൈബിളിലുടനീളം യൗസേപ്പിതാവ് അധികം സംസാരിക്കാത്ത വ്യക്തിയായിരുന്നു. എപ്പോഴും ഒരു സൈലൻസിലൂടെ കാര്യങ്ങൾ ഓവർകം ചെയ്യുന്ന മനുഷ്യനായിരുന്നു. ഈ സൈലൻസ് എന്ന് പറയുമ്പോൾ ഉള്ളിൽ തന്നെ ദൈവാശ്രയ ബോധത്തിൻ്റെ ഒരു നിറകുടമായിരുന്നു യൗസേപ്പിതാവ്. അതുകൊണ്ട് ആ സൈലൻസ് പാലിക്കാനായിട്ട് സാധിച്ചത്. പല പ്രശ്നങ്ങളും, മല പോലെ വന്ന പ്രശ്നങ്ങൾ വെള്ളം പോലെ യൗസേപ്പിതാവ് ഇല്ലാതാക്കി. അതുപോലെ തന്നെ ജസ്റ്റിസ് ഈക്വൽ ടു റെസ്പെക്റ്റ്. യൗസേപ്പിതാവ് എല്ലാവരെയും ബഹുമാനിച്ചിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷം തന്നെ മനസ്സിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നാൽ മതി. താൻ വിവാഹം കഴിക്കാനായിട്ട് പോകുന്ന മദർമേരി ഗർഭവതിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം രഹസ്യമായി അവളെ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാണ്. ആ വാക്ക് മാത്രം മനസ്സിലേക്കൊന്ന് ഓർത്താൽ മതി. മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന യൗസേപ്പിതാവ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിലും ഇതേ കാര്യം തന്നെ ഒന്ന് മനസ്സിലേക്കൊന്ന് കൂട്ടിക്കൊണ്ട് വരുന്നു കഴിഞ്ഞാൽ യൗസേപ്പിതാവിൻ്റെ ഈ ജസ്റ്റിസ് ഈക്വൽ ടു റെസ്പെക്റ്റ് എന്നുള്ള കാര്യം മനസ്സിലേക്കൊന്ന് കൂട്ടിക്കൊണ്ട് വരിക. എനിക്ക് തോന്നുന്നു ക്രിസ്മസിന് വേണ്ടി ഏറ്റവും അടുത്തൊരുങ്ങുന്ന സമയത്ത് ജസ്റ്റിസ് ഈക്വൽ ടു സൈലൻസ്, ജസ്റ്റിസ് ഈക്വൽ ടു റെസ്പെക്റ്റ്, ഈ 2 ഗുണങ്ങളും നമുക്ക് ഒത്തിരി ഉപകാരം ചെയ്യും ക്രിസ്മസ് നന്നായിട്ട് ആഘോഷിക്കാൻ. അതുകൊണ്ട് ഇന്നേ അവസരത്തിൽ, ക്രിസ്മസിനായി ഏറ്റവും അടുത്തൊരുങ്ങുന്ന അവസരത്തിൽ യൗസേപ്പിതാവിനിൽ വിളങ്ങിയിരുന്ന ഈ 2-3 കാര്യങ്ങൾ, യൗസേപ്പിതാവിൻ്റെ ദൈവാശ്രയബോധം, യൗസേപ്പിതാവിൻ്റെ ആത്മവിശ്വാസം, യൗസേപ്പിതാവിൻ്റെ സൈലൻസ്, യൗസേപ്പിതാവിൻ്റെ റെസ്പെക്റ്റ് നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കിക്കൊണ്ട് ക്രിസ്മസിനായി നമുക്ക് നന്നായി ഒരുങ്ങാൻ പരിശ്രമിക്കാം. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.